അതേ വീണോ വീണോ ചെരുപ്പാണ് സാറേ ചെരുപ്പിട്ട് വലിയ പാടായിരുന്നു സാർ സാർ സാറേ സാർ ഒന്ന് തിരിഞ്ഞേ അതൊക്കെ റെക്കോർഡ് വീഡിയോ വാനരൻ പാപ്പി മരത്തിലേക്ക്. അടുത്തതായി ആ തറയിൽ വീണ സന്തോഷ് സാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മരത്തിന് മുകളിൽ നിന്ന് യാതൊരു നാണവും ഇല്ലാതെ വീണ്ടും മരത്തിൽ കയറാനുള്ള ശ്രമത്തിലാണ്. ഇതാ സെയ്ത് കുരങ്ങൻ വീഴുന്നു. അതാ വീണു. ഇല്ല, കൊച്ചുണ്ടും ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് കാണിക്കാണ്. എവിടേക്കോ മുറിഞ്ഞിട്ടുണ്ട്. ദീപക് എന്തിനാണെന്നറിയില്ല ഈ ഷോ കാണിക്കുന്നത്. ഒന്ന് വീണിരുന്നു. സെയ്ത് അവിടെ നിന്ന് എന്തൊക്കെ ബിജുമ്മയും കാണിക്കുന്നു. തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ശിവകുമാറിന് കയറണമെന്നുണ്ട്, എന്നാ കയറണ്ടെന്നുണ്ട്. അതാ ശിവകുമാർ കയറിയാണ്. ശിവകുമാർ മനസ്സിന്റെ ഒരു കോണിലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ ഇവിടെ ഇല്ലാതിരുന്നെങ്കിൽ എനിക്ക് കയറണ്ടായിരുന്നു. അതാ ശിവകുമാർ മരത്തെ കയറ്റാൻ അറിയാത്ത ശിവകുമാർ അതാ മരങ്ങേറ്റം പഠിച്ചു കയറുകയാണ്. ഷാജി മുകളിലിരുന്ന് വിറയ്ക്കുകയാണ്. പാപ്പി മരത്തിൽ അള്ളി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂട്ടായി വിഷയം തലയിൽ കെട്ടിയാണ്. എന്തിനാണെന്ന് അറിയില്ല. 4 പേര് കാണാനുണ്ടെങ്കിൽ മാത്രമേ വിലപ്പളി കാണിക്കുന്ന കൂട്ടായി അതാ തലയിൽ കെട്ട് മുറുകയാണ്. ദീപു പൊട്ടൻ വെറുതെ താഴെ നിന്ന് പൊട്ടന്മാര് പൊട്ടൻ ഉത്സവം കാണുന്നതൊക്കെ ദീപു അവിടെ നിന്ന് എന്തൊക്കെ കാണുന്നുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന ആരാണെന്ന് അറിയില്ല. ഏതോ ആദിവാസി. അതാ സന്തോഷ് സാർ. സന്തോഷ് സാറിന്റെ മുകളിലൊരു കണ്ണ് വേണം. സന്തോഷ് സാർ വീണ്ടും താഴേക്ക് വീഴാനുള്ള ഭാവത്തിലാണെന്ന് തോന്നുന്നു. ചാടാനുള്ള ഭാവത്തിലാണെന്ന് തോന്നുന്നു. നേരത്തെ ഒന്ന് വീണു, കാല് കീറി, 3 പാറയിൽ വീണു. എന്നിട്ടും മതിയായില്ല. ശിവകുമാർ ആകെ അബദ്ധം പറ്റിയ രീതിയിൽ പുറകിൽ പതുങ്ങിയിരിപ്പുണ്ട്. സെയ്ത് മരപ്പുറത്ത് നിന്ന് എന്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. ദീപക് കുറച്ചു നേരമായി വെള്ളത്തിൽ അനങ്ങാതെ നിൽക്കുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല. അതാ ദിവ്യയുടെ തലയിൽ പേൻശല്യം ഉണ്ടെന്ന് മാരകമായി 3 മന്ദബുദ്ധിയാൽ തലയൊറിയുന്നു. എന്താണെന്നറിയില്ല. നീതുവിന് മൊത്തത്തിൽ ഒരു വിരക്തി അനുഭവപ്പെട്ടു തുടങ്ങി. അതാ മണവാളൻ KP-യുടെ പ്രിയപുത്രൻ മണവാളൻ അതാ ലൈനിലെത്തി കഴിഞ്ഞിരിക്കുന്നു. മണവാളൻ അഹങ്കാരത്തിന്റെ 2ാം ഭാവം. ലിഷോയി കണ്ണുമണിയും കാണത്തില്ലേ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അതാ ജിഷ്ണു നോർമൽ കാലാവസ്ഥയിൽ പോലും കാല് കോച്ചി പിടിക്കുന്നവനാണ്. ഇന്നെന്ത് പറ്റിയെന്ന് അറിയില്ല. ഒരു കുഴപ്പമില്ല. അതാ പാപ്പി തനത് സംസ്കാരം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവകുമാര് ആകെ പേടിച്ച് ചാരി വെച്ചിരുന്ന കോല് പോയ സങ്കടത്തിലാണ്. ഷാജിക്ക് തല ഇറങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഒരു വീഴ്ച ആരുടെയെങ്കിലും പ്രതീക്ഷിക്കാം. സന്തോഷ് സാറ് മിക്കവാറും താഴെ വീഴാനുള്ള എല്ലാ ലക്ഷണമുണ്ട്. ദീപുവിന് മതിയായി. ദീപുവിന് ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു. ദീപു കരക്ക് കയറുന്നു. ഓരോരുത്തരായി മുങ്ങുന്നു. സംഗതി പന്തിയേടാണ്. എന്തായാലും അതാ നിശ്ചല വീണിരിക്കുകയാണ്. സെയ്ത് അവന്റെ കാര്യം സാധിച്ചതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ദീപക്കും അനങ്ങാതെ കമ്പം പുറത്തിരിപ്പുണ്ട്. എന്നാണ് ഉദ്ദേശമെന്നും ഒരു പിടിയില്ല. അതാ കൊച്ചുണ്ട് അവിടെ കിടന്ന് കുറച്ച് നേരമായിട്ട് എന്തോ ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നേ. ഇപ്പൊ നമ്മുടെ ടീച്ചർ എന്തൊക്കെയാണ് വായി നോക്കിയാണല്ലോ ഞാൻ പഠിപ്പിക്കുന്നത്.
അതാ അമ്മാച്ചൻ കടത്തുകാരൻ മത്തായി. അതാ കരയിൽ നിൽക്കാണ്. കോത്താരി പട്ടാളത്തിൽ ചേരാനുള്ള ശ്രമം ഇപ്പോഴേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതാ പാപ്പി അഹങ്കാരം ദാ നടക്കുന്നു വെള്ളത്തിൽ. ഷാജി അതാ ടെൻഷൻ അടിച്ച് ഷാജി വീണ്ടും കെട്ടിച്ചാടാനുള്ള പുറപ്പാടിലാണ്. അതാ പിന്നെ പായിപ്പാട് ചുണ്ടൻ തുണിയുന്ന ഷാജി. അതാ ഷാജി വെള്ളത്തിലേക്ക്. ആ കൊള്ളാം, നടക്കുന്നു വെള്ളം. സന്തോഷ് സാറിനെ ചങ്കിടിച്ചു തുടങ്ങി. സാറ് കുട്ടികളുടെ മുന്നിൽ നാണം കെടാനും വയ്യ, എന്നാൽ ഇറങ്ങാനും വയ്യ എന്നൊരവസ്ഥയിലാണ്. സാറാകെ നാണം കെട്ടൊരവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അതാ ഏതെങ്കിലും ഒന്നും സംഭവിക്കും. അതാ സോറി, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. സെയ്ത് ഇവിടെ ചെലയിൽ നിന്ന് മൂക്കുത്തി താഴേക്ക് വെച്ചിട്ടുണ്ട്. അതാ സന്തോഷ് സാർ വെള്ളത്തിലേക്ക് കിടന്നോളൂ, വീണ് ഒന്നും പറ്റിയില്ല. അടുത്തതായി ശിവകുമാർ കാര്യമില്ലാതെ വലിഞ്ഞു പിടിച്ച് കയറുകയും പിന്നീട് ശിവകുമാർ വെള്ളത്തിലേക്ക്. പോയി ഇടിക്കരുത്. അതാ ശിവകുമാർ എന്ത് സംഗതി കയറിയും പോയി, ചാടാനും വയ്യ. നടുക്കൊരവസ്ഥയിലായി. ശിവകുമാർ ഇറങ്ങ്. ഇന്നത്തെ ഷോ കഴിഞ്ഞു. അതാ ശിവകുമാർ വെള്ളത്തിലേക്ക്. ശിവകുമാറിന്റെ ഏർപ്പാട് കഴിച്ചിരിക്കുകയാണ്. കൊച്ചുണ്ടൂന് കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നുമില്ല. സെയ്ത് എന്താ പറഞ്ഞിട്ട് മുങ്ങി. ദിവ്യക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പാപ്പിക്ക് വയനാടൻ കാറ്റടിച്ചെന്ന് തോന്നുന്നു. പാപ്പി ഫോണിലായി. ഞാൻ ഇങ്ങോട്ട് ഇട്ടോണ്ട് പോവാ. ഞാൻ ഇങ്ങോട്ട്, നീ അങ്ങോട്ടല്ലേ പോന്നേ? കൂട്ടായിക്ക് ആകെ വിഷമത്തിലാണ്. പക്ഷെ പെമ്പിള്ളാരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ്. കൂട്ടായി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. കൂട്ടായി ആകെ ആരെങ്കിലും എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ മാത്രം വേലപ്പാടും കാണിക്കുന്ന കൂട്ടായി. അല്ലാത്ത സമയങ്ങളിൽ മാന്യനും, പകൽ സമയങ്ങളിൽ മാന്യനും, രാത്രി സമയങ്ങളിൽ വെറും തറയുമായി തീരുന്ന കൂട്ടായി. രണ്ട് ആദിവാസി മൂപ്പന്മാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. എടാ മുഖം ഇത് വീഡിയോ ആയാണോ? ചേട്ടാ സ്ഥലം എന്താ? അതാ കറുത്ത മൂക്കുകൾ ഇതുവഴി കടന്നുപോയി. എന്തായാലും ഉള്ള ഈ കാടിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? കാട് വനമായി തോന്നുന്നുണ്ടോ? അവിടെ ഒരു പശുവിനെ കണ്ട്. എങ്ങനെ? മണി കെട്ടിയ പശു. ഈ മണിക്കുട്ടി ഉണ്ടെന്ന് കിട്ടിയാന്നോ? അല്ലല്ല, തുണിയാ. പശു അങ്ങനെ വൃത്തിയുള്ള പശുവാണോ? കുഴപ്പമില്ല. ഈ ബോധനില പാൽ കറന്നത് പശുവിൽ നിന്നാണോ? അത് മാമുനി വരെ തവം ചെയ്ത കാട്ടിലാണോ? ഓക്കെ. ഈ ആദിവാസി കലകളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മൂപ്പനെ വിളിക്കാം. അതാ പ്ലാന്റർ ജെയ്സൺ. ഈ കാടിലെ പ്രധാന തേയിലത്തോട്ടം തൊഴിലാളിയാണ്. മുതലാളിയാണ്. തെറ്റിപ്പോയി. താങ്കൾക്ക് ഇവിടുത്തെ ആദിവാസികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? എല്ലാരും ആൾക്കാരാണ്. ജെയ്സന്റെ അഭിപ്രായം കഴിഞ്ഞു. അടുത്തതായി ശ്രീ കൂട്ടായി ബഷീറിന് എന്ത് അഭിപ്രായം? കൂട്ടായി ബഷീർ തിരിഞ്ഞു പോയിരിക്കുകയാണ്. എനിക്കൊന്ന് കൂട്ടായി ബഷീറിന്റെ സ്വന്തം അതാ എന്നെ അവിടെ നിന്ന് ആരെയും വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരിലേക്ക് ക്യാമറ നീങ്ങുന്നു. പലരും പെൺകുട്ടികൾ കയറിപ്പോയതിന്റെ വിഷമത്തിലാണ്. ഇനി ഷോ കാണിക്കാൻ സമയമില്ലല്ലോ. ഞാനതാ വേരിൽ തട്ടിയിരിക്കുകയാണ്. ശിവകുമാർ ആകെ പരിതാപകരമായ അവസ്ഥയിലാണ്. സെയ്തിന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. അത് കിടക്കുന്നു വെള്ളത്തിൽ. വടിയിട്ട് കൊടുത്ത് വെള്ളത്തിൽ നിന്ന് കയറേണ്ടതാണ്. സെയ്ത് തോണ്ടി കിടക്കാണ്. അതാ എന്തോ തപ്പിയെടുക്കുന്നുണ്ട്. കിടക്കുന്നു വേണ്ടി വെള്ളത്തിൽ. വടി കുത്തി കയറിയിരിക്കുകയാണ്. ഓക്കെ. കടത്തുകാരന്റെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അതാ എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞു. വിജനമായ വഴികൾ. ഇനി മടക്കങ്ങളില്ലാത്ത യാത്രയുടെ അവസാനങ്ങൾ കുറിച്ചുകൊണ്ട് RIT MCAക്ക് വേണ്ടി വീഡിയോ തയ്യാറാക്കിയത്
സർവശ്രീ ജിജോ PhD, MA, MPhil, MSc, MEd. താങ്ക് യു. പതികന്മാർ ഓരോരുത്തരായി പോകുന്നു. കാലം കഴിഞ്ഞു പോകുന്നു. പ്രായം ഏറി വരുന്നു. ഓരോരുത്തരായി പടികൾ കയറുന്നു. അവസാനങ്ങളിലേക്കുള്ള പടികൾ ഓരോരുത്തരായി കയറുന്നു. എണ്ണാൻ നിമിഷങ്ങളില്ല. കാത്തു നിൽക്കാൻ മണിക്കൂറുകളുമില്ല. സ്വപ്നങ്ങൾ സർട്ടിഫിക്കറ്റുകളായി കയ്യിലൊതുങ്ങിത്തീരുന്നു. ഇവിടെ കലാലയ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെടുന്നു. കാഴ്ചക്കാർ ഓരോരുത്തരായി വീണ്ടും മാറി മറി വരുന്നു. പടികൾ ഇറങ്ങിപ്പോകുന്നു. ബാറ്ററിയിലൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഒടുവിൽ വിജനമായ വഴി. ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. കലാലയത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവസാനം നാം ഒറ്റയ്ക്കായി തീരും.